വാട്ട്സ്ആപ്പ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാനൊരു പൊസിഷൻ ഉണ്ടാക്കി. ഈ ബാങ്ക് നിഫ്റ്റിയിൽ ഈ ഡേയ്സ് ലോ ബ്രേക്ക് ചെയ്തു. നിഫ്റ്റിയിൽ ഡേയ്സ് ലോ ബ്രേക്ക് ചെയ്ത് നല്ലൊരു താഴത്തേക്ക് സെല്ലേഴ്സിനെ ട്രാപ്പ് ചെയ്തിട്ട് തിരിച്ച് മുകളിലേക്ക് വരുമായിരുന്നു. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ നല്ലൊരു മൊമെൻറ്റം വന്നിട്ട് കുറച്ച് ബയേഴ്സിനെ ഇൻവൈറ്റ് ചെയ്തതിൻ്റെ ശേഷം തിരിച്ച് അപ്പം തന്നെ ഒരു റെഡ് ക്യാൻഡിൽ വന്നു. അപ്പം ഞാൻ ഇതിൻ്റെ ലോ ഒക്കെ ആയിട്ട് ഞാൻ എൻ്റർ ചെയ്തു. ഒരു എന്താ പറയുക, ഒരു 239 ഈ ഒരു ലോ ഒക്കെ ഇതാകുമ്പോൾ ഞാൻ ഒരു എൻ്റർ പൊസിഷൻ എടുത്തു. 100 and something പോയിൻ്റ് ഇപ്പോൾ ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. സെയിം ബാങ്ക് നിഫ്റ്റിയിലും ഒരേപോലെ. ബാങ്ക് നിഫ്റ്റിയിൽ ഒരു 4600 നിഫ്റ്റിയിൽ ഒരു 1400, ടോട്ടൽ 6100 പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലോജിക്ക് ഇതാണ്. കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു ഷാർപ്പ് സെല്ലിംഗ് ഉണ്ടായി. അതിൻ്റെ ശേഷം ഇന്ന് ഓപ്പൺ ആയതിൻ്റെ ശേഷം കുറച്ച് പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടായി. സെല്ല് ചെയ്ത കുറച്ച് ആൾക്കാർ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. പിന്നെ ഇന്ന് ആ സെല്ലിങ് തന്നെ കണ്ടിന്യൂ ചെയ്യണമെന്നുള്ള രീതിയിൽ ഒരു കുറച്ച് റെഡ് ക്യാൻഡിൽസ് വന്നു. നല്ല വലിയ റെഡ് ക്യാൻഡിൽസ്, ചെറിയ റെഡ് ക്യാൻഡിൽസും ഒരു ബ്രേക്ക് ഡൗണും തന്ന് കുറേ സെല്ലേഴ്സിനെ ഇവിടെ ഇൻവൈറ്റ് ചെയ്തു. ശരിക്കും ഇവിടെ എവിടെയെങ്കിലും എൻ്റർ ചെയ്യുന്നു, പക്ഷേ ഇതൊരു കൺഫർമേഷൻ ഇല്ലാത്ത എൻ്റർ. ജസ്റ്റ് ഒന്ന് ഇതാക്കി തിരിച്ച് മുകളിലേക്ക് പോയി. ഇതിൻ്റെ മുകളിൽ വേണമെങ്കിൽ ചെയ്യാം, പക്ഷേ സ്റ്റോപ്പ് ലോസും സംഭവങ്ങളൊക്കെ നമുക്ക് കുഴപ്പമില്ല, നമ്മളത് ഫിക്സ്ഡ് ആയിട്ട് കുഴപ്പമില്ല. പക്ഷേ ഞാൻ വെയിറ്റ് ചെയ്തു എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് കുറച്ച് ബയേഴ്സിനെ ട്രാപ്പ് ചെയ്ത് സെല്ലേഴ്സിനെ വീണ്ടും ഇൻവൈറ്റ് ചെയ്യേണ്ടതെന്ന് നോക്കി. അപ്പോൾ ഇവിടെ നല്ലൊരു ക്യാൻഡിൽ വന്നിട്ട് നല്ല ഈ ഒരു ഇതിൻ്റെ ബ്രേക്ക് ഔട്ട് വന്നു. തിരിച്ച് അപ്പം തന്നെ അത് താഴത്തേക്ക് വന്നു. അപ്പോൾ ഞാൻ ഇതിൻ്റെ താഴെ തന്നെ ഞാൻ ഇതാക്കി. സെയിം ടൈമിൽ നിഫ്റ്റിയിൽ എന്താണെന്ന് വെച്ചാൽ നിഫ്റ്റിയിൽ ഇവിടെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഇതന്നെ അല്ല ക്യാൻഡിൽ, ഒരു സെക്കൻഡ്, 42 അതുണ്ടോ, ഇതിലിവിടെ സപ്പോർട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ ഒരു വിവാപ്പിൻ്റെ സപ്പോർട്ടും ഇവിടെ ഉണ്ടല്ലോ എന്നുള്ള ഇതിൽ എൻ്റർ ചെയ്തു. കുഴപ്പമില്ല, അത്യാവശ്യം നല്ലൊരു പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ ബാങ്ക് നിഫ്റ്റിയിൽ ഇതുണ്ടോ നോക്കട്ടെ, ഓർഡേഴ്സ് സെല് ചെയ്ത് ഇവിടെ 484 ഞാൻ സെല് ചെയ്തത്. 150 പോയിന്റ് 150 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു മൊമെൻ്റത്തിൽ 150 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ എക്സിറ്റ് ആയ കറക്റ്റ് അവിടെ നിന്ന് എക്സിറ്റ് ആയതിൻ്റെ ശേഷം ഇത് തിരിച്ച് താഴത്തേക്ക് പോയി. എക്സിറ്റ് ചെയ്യാൻ എൻ്റെ ടാർഗറ്റ്, ശരിക്കുള്ള ടാർഗറ്റ് ഇതായിരുന്നു. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പ്രീവിയസ് ഡേയിൽ ഒരു ഫാൾ ഉണ്ടായില്ലേ, ആ ഫാളിൻ്റെ ഒരു 50% ആയിരുന്നു എൻ്റെ ടാർഗറ്റ്. ഇത് ചിലപ്പോൾ ഒന്നും കൂടി അതുവരെ പോകും. ഞാൻ എന്തായാലും ഇവിടെ എക്സിറ്റ് ആയി. എൻ്റെ ഡെയിലി ടാർഗറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 2000 rupees അല്ലേ റിസ്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഡബിൾ എന്ന് പറയുമ്പോൾ 4000 ആണ് എൻ്റെ ഡെയിലി ടാർഗറ്റ് ഉള്ളത്. അപ്പോൾ ഇത് ഇപ്പോൾ 4000 കൂടുതലായി. അപ്പോൾ ഞാൻ എക്സിറ്റ് ചെയ്യാനുള്ള വേറെ റീസൺ എന്താ വെച്ചാൽ ഇവിടെ പോയി ബ്രേക്ക് ഔട്ട് വന്ന് കുഴപ്പമില്ല, പക്ഷേ നിഫ്റ്റിയിൽ എനിക്ക് അത്ര ഒരു കൺവിൻസിങ് അല്ല. കാരണം നിഫ്റ്റിയിൽ ഡേ ഹൈ ഇതാണ്. ഡേ ഹൈ ഇതിൻ്റെ മുന്നൊന്നും വന്ന് ബ്രേക്ക് ചെയ്യാൻ പറ്റിയില്ല. ഈ ഡേ ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ ഇവിടെ കൂടുതൽ ബയേഴ്സ് പിന്നെയും വരും. അപ്പോൾ എന്ത് ചെയ്യും, മാർക്കറ്റ് ഒന്നും കൂടി അവരെ റിമൂവ് ചെയ്യാൻ വേണ്ടി താഴ്ത്തുക്കും. അപ്പോൾ വെറുതെ കളയണ്ടല്ലോ വിചാരിച്ചിട്ട് ഞാൻ ഇവിടെ എക്സിറ്റ് ചെയ്തതാണ്. രണ്ടിലും അത്യാവശ്യം നല്ല പ്രോഫിറ്റ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ട്രേഡ്. അപ്പോൾ ജി ബോയ്സ്.